എല്ലാ ഇതെന്താ എന്റെ മോളെ കൊണ്ടാ തുടപ്പിക്കുന്നേ പെനോയിൽ വെച്ചിട്ട് പെനോയിൽ എന്തിന് പറ്റും അലർജിയല്ലേ സാധനം എന്തൊരു കഷ്ടായത് ഇതെന്തെന്നാ ചെയ്യിക്കുന്നേ ഇനി എന്തെന്നാ ചെയ്യിക്കുന്ന ഉപ്പേ മോക്ക് അലർജി എല്ലാം ആകിയല്ലേ ഇതെന്താ മോളെ എന്നോട് പറഞ്ഞ അമ്മ ഞാനോടൊന്ന് പറിക്കില്ല ഓള് ഇത് തുണി കൊണ്ടുവരാ അതെ പിന്നെ ഓള് പിന്നെ എന്നെ എന്തിനാ നിങ്ങൾ വയ്യാറന്നേ ഓള് നിങ്ങളും കൂടിയിട്ട് പോയിട്ട് തുടക്കുന്നതിന് അപേക്ഷ കൊടുത്തിക്കുമല്ലോ അതുകൊണ്ട് ഓള് തുടച്ച് പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശീലിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തുടക്കുന്ന അലർജി ആയാലോ അച്ഛൻ കൊണ്ടുപോണ്ടേ അച്ഛന് വിഷമാകില്ലേ ഇതെന്താ പിന്നെ അമ്മ പണിയെടുപ്പിച്ചു എന്നെ കൊണ്ട് ആ എന്നിട്ട് എല്ലാവരോടും പ്രദേശത്തുള്ളവരോടും പോകുമ്പോൾ പറയുന്ന കാര്യം എന്താണ് ഇങ്ങനെ പറഞ്ഞോട് അച്ഛനോട് എന്തെന്നാ പറയല ഇഞ്ഞിന്ന് ഞാൻ ഇനി പണിയെടുക്കുക അമ്മ പേപ്പർ വായിക്കുക ഓള് തുടക്കുക ഇതാന്ന് ഇവിടെ റോഡ് കൂടി പോകുന്നതെല്ലാം പറയുന്നത് ഇതിന്റെ ശരി ഇങ്ങനെ എടുക്കണ്ടേ അച്ഛൻ പറഞ്ഞു എടുക്കണ്ട എന്താ മോളെടുക്കണ്ടേ എന്റെ പൊന്ന മോനെ മോളെടുക്കണ്ട മോളല്ലേ നേരെ മോളെ അച്ഛൻ്റെ കെട്ടിക്ക ചെയ്യണ്ട അമ്മ ചെയ്തോട്ടെ എനക്ക് ആവുമല്ലോ പറഞ്ഞാണ് കെട്ടിക്ക കേട്ടാ അച്ഛനെ ഓട്ടോറിക്ഷ ഓടിക്കാൻ പോണം കേട്ടാ എന്നാല് ബാക്കി ഓ ഇതെന്തൊരു പൊന്നു മോളായത് ഞാളെടുക്കുമ്പോ ഒരു സംഗതി പറയലില്ലല്ലോ ഓളൊരു തുണിയെടുത്ത് തുടക്കുമ്പോഴത്തേക്ക് എന്തൊരു വഞ്ചാരിയാ ഇന്നെന്തെല്ലാം ഭക്ഷണമെല്ലാം വാങ്ങണ്ട പറഞ്ഞിക്കാ ഉറക്കപ്പറടാ ഐസ്ക്രീം ഇപ്പം കുടിക്കണ്ട മഴക്കാലല്ലേ ജലദോഷം പിടിക്കും ചുമയും ഇതെല്ലാം വരും നമുക്ക് ഇത് കൊണ്ടെത്തരാ ഞാൻ പഴവും ആപ്പിളും പോരെ ആപ്പിളും പഴവും എന്നാ പിന്നെ ഞാളും കൂടെ പണിയെടുക്കുന്നതിന് ഞാക്കെന്തല്ലോ മാണോ ഒരു തുണിയെടുത്ത് തുടക്കുമ്പോഴത്തേക്ക് മോക്ക് ആപ്പിളും പഴവും അതുപോലെ എന്നാലും ഇനിയും കുഞ്ഞി തുടങ്ങണ്ടേ അമ്മേനോട് തുടച്ചോന്ന് പറ അമ്മയെല്ലാം എടുക്കണ്ടേ നീ ഹെൽപ്പ് ചെയ്യുന്ന ചിരിക്കുന്ന എന്നാ ശരി അച്ഛനോട് എന്തെല്ലാം കളത്ര പറഞ്ഞേ അച്ഛനോട് എന്തെല്ലാം കളത്ര ഇനി പറഞ്ഞോടുത്തേ എന്നോട് ആ ഏച്ചി ഞാൻ വടകര പറഞ്ഞേ പിന്നെ എങ്ങനെ വീട്ടിൽ നിന്ന് പണിയെടുത്താൽ എങ്ങനെ ഇവിടെ വന്ന് തുടക്കണമെന്ന് അപ്പൊ ഞാൻ ഏച്ചി സൂപ്പർ പണി കിട്ടുമ്പോ രാത്രി നിക്കണം സീപ്പർ പണി കിട്ടുമ്പോ രാത്രി നിക്കണം ഉറക്കം ഒഴിഞ്ഞ് നിക്കണം നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാ നൈറ്റ് ഡ്യൂട്ടി ഇല്ല പിന്നെ എന്തിനാ ഉറക്കൊയ്യുന്നേ പിന്നെ ലിക്വിഡ് ഇങ്ങാള് വാങ്ങണം അതൊന്നും വേണ്ട ഗവൺമെന്റിന്റെ ജോലിക്ക് ലിക്വിഡൊന്നും നിങ്ങൾ വേണ്ട അല്ലോല് തരൂ ഇനിയിപ്പൊ അതിന്റെ പരിശീലനത്തിലാ സത്യത്തിലല്ലേ അതെ എന്നിട്ട് അച്ഛനോട് ഇപ്പൊ എന്താ പറഞ്ഞേ അമ്മ പേപ്പർ വായിക്കലാ ഞാനാ പണി എടുക്കല് അല്ലേ ഇവള് പറഞ്ഞെടുത്ത കേട്ടാ ഞാനിവിടെ വെറുതെ ഒത്തിന് പേപ്പർ വായിക്കലും ഓള് ഇവിടുത്തെ പണിയെല്ലാം എടുക്കും ഒരു തുണിയെടുത്തിട്ട് തുടക്കുന്ന ഇതാന്നേ ഓളെ പണിയെടുക്കല് ഇതാ ഇനി ഇങ്ങൾക്കും ഓളെ പണിയെടുപ്പിക്കുന്ന സങ്കടം ഉണ്ടാവും അല്ലേ ചോദിച്ചോക്കിയാട്ടെ ഇങ്ങക്കും പണിയെടുക്കുന്ന സങ്കടം ഉണ്ടാവൂലേ പണി സീപ്പർ പണിന്റെ അപേക്ഷ കൊടുത്തേക്ക് അപ്പൊ എന്നോട് വടകര ഏച്ചി ഓഫീസിൽ ഏച്ചി പറഞ്ഞ് വീട്ടിൽ പോയിട്ട് വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ നനച്ചിട്ടെടുക്ക അപ്പൊ ഞാൻ നനച്ചിട്ടെടുക്കായിരുന്നു ഡാഡി ഓട്ടോഷ ഓടിക്കാൻ പോയിരുന്നു ഞാനും അമ്മയുണ്ടോ അമ്മ അപ്പുറത്ത് അടിച്ചു വാറ്റുണ്ടായിരുന്നു അന്നേരമാണ് എന്നോട് പറഞ്ഞത് പിന്നെ നൈറ്റ് ഡ്യൂട്ടി നിൽക്കണം പിന്നെ രാത്രി നിൽക്കണം ഉറക്കം ഒഴിഞ്ഞ് നിൽക്കണം ഒക്കെ പറഞ്ഞിട്ടാണ്
എനിക്കെന്തിനാ ജോലി? നിന്റെ അച്ഛൻ പണിയെടുക്കുന്നില്ല, എനിക്കെന്തിനാ ജോലി? നിനക്ക് തുടക്കല്ലോ. അല്ല എന്തിനാന്ന്? സീപ്പർ അല്ലടോ, എന്തിനാ നീ ജോലിക്ക് പോന്നേ? പൈസ കൊണ്ടാ? പൈസ എനിക്കെന്തിനാ? ഉറക്കപ്പറ. എനിക്ക് ജീവിക്കേ. നിന്റെ ചികിത്സയെല്ലാം ഇപ്പൊ മുടങ്ങി നിൽക്കുന്നുണ്ട് അല്ലേ? അത് പറ. എൻ്റെ കണ്ണിൻ്റെ മധുരയെ കൊണ്ടുവെക്കെല്ലാം മുടങ്ങി കിടക്കുന്നാന്ന് പറ മോള്. കണ്ണിന്റെല്ലാം മുടങ്ങി കിടക്കുന്നു. ചികിത്സകളെല്ലാം ഇപ്പം കുറച്ച് മാസങ്ങൾ കൊണ്ട് കൊറോണ കഴിഞ്ഞ് ഇങ്ങോട്ട് മധുരയിൽ പോയിട്ടില്ല. ഞങ്ങൾ മദ്രാസ് പോയില്ല. എൻ്റെ ഗ്രൂപ്പിലുള്ള എൻ്റെ ചങ്ങായിമാർ LP ഗ്രൂപ്പ് അവർ കുറച്ച് പൈസ തന്നിട്ട് ഞങ്ങൾ മദ്രാസ് പോയിട്ട് കാണിച്ചിന്. അതല്ലാണ്ട് ഇവിടെ ചികിത്സ നടക്കുന്ന സ്ഥലം മധുരയാണ്. അപ്പോൾ മദ്രാസ് പോയിട്ട് മധുരയിൽ കൊണ്ടുപോയി കാണിക്കണം എന്നാണ് പറഞ്ഞത്. ഇവളെ ഞരമ്പിന്, കണ്ണിലേക്ക് പോകുന്ന ഞരമ്പ് വെള്ള കളറാന്നാ തലശ്ശേരി കോൺട്രാക്ടറിന്ന് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് മദ്രാസ് ശങ്കർ ഐ കെയർ എന്നും പറഞ്ഞത്. പക്ഷെ 2 സ്ഥലത്തുനിന്നും അവർ പറയുന്നത് മധുരയിൽ ഇതിൻ്റെ സംവിധാനമുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് മധുരയിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ പോയിട്ടില്ല. അയ്യ സങ്കടം. അപ്പോൾ അവൾ ചിന്തിക്കുന്നത് ഒക്കൊരു ജോലി കിട്ടിയാലേ, ഇതെല്ലാം പറഞ്ഞു കൊടുക്കും, ജോലി കിട്ടിയാൽ ഇതെല്ലാം നടക്കൂലേ? ജോലി കിട്ടിയാൽ ഇതെല്ലാം നടക്കും. ഒക്കെ എത്രയും പെട്ടെന്ന് കണ്ണ് കാണണം അല്ലേ? ജോലി 50 ലിസ്റ്റ് പൊരെടുത്തിട്ടുണ്ട്. ഒരിക്കലും ഐഫോൺ വാങ്ങിക്കൊടുക്കണം, പിന്നെ ഫ്രിഡ്ജ് വാങ്ങിക്കൊടുക്കണം, വാഷിംഗ് മെഷീൻ വാങ്ങിക്കൊടുക്കണം. മെയിനായിട്ട് ഒക്കെ ജോലി വേണ്ട. ഇപ്പോൾ പ്രദേശത്തുള്ളവർക്കെല്ലാം നമുക്ക് വാഷിംഗ് മെഷീൻ, ഐഫോൺ, സാരി വേണ്ടവർക്ക് ചുരിദാർ, ഇതെല്ലാം വാങ്ങിക്കൊടുക്കണം എല്ലാവർക്കും. അതാണ് അവളെ ഏറ്റവും വലിയ ആഗ്രഹം. ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ സാരമില്ല, പുറത്തെല്ലാം വാങ്ങിക്കൊടുക്കണം. പിന്നെ റെനീഷക്ക് പാവാട, മോളിക്ക് ചുരിദാർ, ഇതൊക്കെ വാങ്ങിക്കൊടുക്കണം. നല്ല നീ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോ അഥവാ ഞാൻ കാര്യപ്പെക്കുന്നെങ്കിൽ ശ്രീതുറന്ന് കാര്യപ്പെക്കുന്നെങ്കിൽ നിങ്ങള് എന്നിടക്ക് വിളിച്ചാൽ മതി.